സുഭാഷ് ആയിരുന്നു ഈ നാട്ടിലെ ഏറ്റവും ബുദ്ധിമാനായ പയ്യൻ. കാറ്റിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു ചെറിയ കാറ്റാടിയന്ത്രം നിർമ്മിച്ച് അവൻ അച്ഛന് കാണിച്ചുകൊടുത്തു. വലിയൊരു കാറ്റാടി ഉണ്ടാക്കി മോട്ടോറുമായി ഘടിപ്പിച്ചാൽ കൃഷിക്ക് വെള്ളം കിട്ടുമെന്നും, പക്ഷെ അതിനായി അച്ഛന്റെ സൈക്കിൾ പൊളിക്കേണ്ടി വരുമെന്നും അവൻ പറഞ്ഞു. ഇത് കേട്ട് ദേഷ്യപ്പെട്ട അച്ഛൻ അവനെ ക്രൂരമായി തല്ലുകയും സ്കൂളിൽ പോകുന്നത് വിലക്കുകയും ചെയ്തു. കഴിഞ്ഞ 6 മാസമായി മഴ പെയ്യാത്തതിനാൽ ഗ്രാമം കടുത്ത വരൾച്ചയിലായിരുന്നു. പട്ടിണി മൂലം ജനങ്ങൾ വലഞ്ഞു. അപ്പോൾ ഒരു പുകയില കമ്പനി മരങ്ങൾ വാങ്ങാനെത്തിയപ്പോൾ വിശപ്പ് സഹിക്കാനാവാതെ ചിലരൊക്കെ മരങ്ങൾ വിറ്റു. വൈകാതെ കനത്ത മഴ പെയ്തെങ്കിലും മരമില്ലാത്തതിനാൽ അവശേഷിച്ച വിളകളും ഒലിച്ചുപോയി. ഗ്രാമത്തിലെ ദുരിതം തുടർന്നുകൊണ്ടേയിരുന്നു. അച്ഛൻ വീടിന്റെ മേൽക്കൂര വിറ്റ് ധാന്യം വാങ്ങാൻ നോക്കിയെങ്കിലും വ്യാപാരികൾ വില കൂട്ടിയിരുന്നു. സർക്കാരിന്റെ സഹായവും തികയാതെ വന്നതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി. ഇപ്പോൾ ഗ്രാമത്തിന്റെ ഏക പ്രതീക്ഷ ആ പയ്യനായിരുന്നു. അവൻ കൂട്ടുകാരോടൊപ്പം ആക്രിക്കടയിൽ ചെന്ന് ഒരു ബാറ്ററിയും വാട്ടർ പമ്പും കണ്ടെത്തി. ഇനി അച്ഛന്റെ സൈക്കിൾ കൂടി വേണമായിരുന്നു. അവൻ അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി സൈക്കിൾ വാങ്ങി. അത് പൊളിക്കുന്നത് കണ്ട് അച്ഛന്റെ കണ്ണു നിറഞ്ഞു. ഗ്രാമീണരുടെ സഹായത്തോടെ അവൻ കാറ്റാടിയന്ത്രമുണ്ടാക്കി. കിണറ്റിൽ പമ്പ് സ്ഥാപിച്ച് വയറുകൾ ഘടിപ്പിച്ചു. കാറ്റടിച്ചപ്പോൾ കാറ്റാടി കറങ്ങാൻ തുടങ്ങുകയും പമ്പിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകുകയും ചെയ്തു.